അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അതാ നവാസും ഷമ്മാസും നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ അരികിലേക്ക്. ഉമ്മയാണ് അവരെ പറഞ്ഞയച്ചത്. കാര്യമായിട്ട് അതാ വിവാഹത്തിൻ്റെ ആ കാര്യം, അതെ ഫസീലയെ തിരിച്ചെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ട് കൊണ്ട് ഫസീലയെ അങ്ങൊഴിവാക്കി. അതെ, ഒരു ത്വലാക്ക് ചൊല്ലി. അതൊരിക്കലും നവാസിന് മനസ്സുണ്ടായിട്ടുമൊന്നുമല്ല. പക്ഷേ ഒരിക്കൽ പോലും അവൾ തിരിച്ചു വന്നില്ല എന്നത് മാത്രമല്ല, കുഞ്ഞിനെ എല്ലാം ഉപേക്ഷിച്ച് പോയി എന്നതിൻ്റെ സങ്കടവും വിഷമവും എല്ലാം കൊണ്ട് നവാസ് അങ്ങനെ ചെയ്തു. അല്ലാതെ ഒരിക്കൽ പോലും ഫസീലയെ വേദനിപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ ഗതി കെട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നവാസിന് അത് ചെയ്യേണ്ടി വന്നു. എന്നാൽ അവളുടെ ജീവിത രീതികളെല്ലാം മാറി അവൾ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നു. മക്കളാണെങ്കിൽ അവളെ കാണണം എന്നുള്ള കരച്ചിലും എല്ലാം കൂടി ആയപ്പോൾ അതെ, അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം അതെ ഫസീലയെ തിരിച്ചെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടെയാണ് നവാസ് ഇപ്പോഴുള്ളത്. എന്നാൽ അതിനിടയിൽ സൗദയും തെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എൻ്റെ മക്കൾക്ക് അതെ മക്കളെ നോക്കാൻ ഓളുമ്മ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് നവാസിന് ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അതാ ഉസ്താദിൻ്റെ അടുത്തേക്ക് പള്ളിയിലേക്കാണ് അവർ രണ്ടുപേരും പോയത്. ഉസ്താദിനെ കാണുവാൻ വേണ്ടി പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ തന്നെ ഉസ്താദ്, ആരിത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷാമോനെ, നവാസ്ക, വരി ഇരിക്കി. അല്ല, എന്തിപ്പോൾ രണ്ടുപേരും ഈ ഒരു സമയത്ത്, നിസ്കാരത്തിൻ്റെ സമയത്തല്ലാതെ? ഉസ്താദേ, വിഷയങ്ങൾ കുറച്ച് സംസാരിക്കാനായിരുന്നു. അതെ, നമ്മളൊരു കാലത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഫീൽഡൊക്കെ വേറെ ആയപ്പോഴേ നമ്മളതെല്ലാം പലതും മറന്നു കഴിഞ്ഞു. പഠിച്ചത് മറക്കാൻ പാടില്ല എന്നാണല്ലോ. എന്തൊക്കെ തന്നെ മനസ്സിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുകൂടെ അറിവുള്ളവരോട് ചോദിച്ചാൽ അതെല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അല്ല ഷാമോനെ, എന്താ നിങ്ങളെക്കാൾ അറിവ് എനിക്കുണ്ടോ? അല്ല ഉസ്താദേ, എന്നാലും നിങ്ങൾ രേഖകളും ഓരോ കിതാബുകളൊക്കെ നോക്കിയിട്ട് എല്ലാം കണ്ടുപിടിച്ച് ചെയ്യുന്നതല്ലേ? അതെ, അതിനനുസരിച്ചാണല്ലോ നിങ്ങളുടെ പ്രഭാഷണങ്ങളിലൊക്കെ വരാറുള്ളത്. അതുകൊണ്ട് ഉമ്മ പറഞ്ഞയച്ചതാണ് ഞങ്ങളെ. എന്തിനാ വാസ്ക? അത് പറഞ്ഞല്ലോ, മക്കള് അനാഥമായി പോവാണ്. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത അവസ്ഥ ആയി തീരും. ഇനിയിപ്പോൾ നവാസ്കാക്ക് എങ്ങോട്ടെങ്കിലും ജോലിക്ക് പോകണമെങ്കിലും മക്കളെ ഉമ്മാൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഉമ്മാൻ്റെ അടുത്ത് ഇട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതെ, അവർക്ക് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് ആയിക്കോട്ടെ, ഏറ്റവും നല്ലത് തന്നെയാണ് നവാസ്ക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയതില്ലേ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതെ, മക്കളെടുത്ത് എപ്പോഴും ഓരോ ഉമ്മ തന്നെയാണ് നല്ലത്. അതെ, അതിപ്പോൾ എത്രയൊക്കെ തന്നെ ഒരാൾ സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞാലും ആ പെറ്റ വയറിൻ്റെ വേദന അത് ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. എത്ര സ്നേഹിക്കൂ, ശരി തന്നെയാണ്. എന്നാലും അതെ, ആ ഒരു 10 മാസം ചുമന്ന് പ്രസവിക്കുന്ന ആ ഒരു പെണ്ണ്, ഒരു ഉമ്മ എന്നുള്ളൊരു വാക്ക് അതിനോളം വരില്ലല്ലോ ഒന്നും. അല്ല നവാസ്ക, നിങ്ങളുടെ ഈ തീരുമാനം നല്ലതാണ് കേട്ടോ. ആ മക്കൾ അനാഥമാവില്ല. ഇനി ആ മക്കൾ സുരക്ഷിതമായിരിക്കും. ഞങ്ങൾ വീടൊക്കെ പോയി നോക്കിട്ടോ. മാഷാ അല്ലാ, വീടൊക്കെ റെഡിയായോ? അതെ, വീടൊക്കെ റെഡി ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. മാഷാ അല്ലാ, ഏതൊരു നല്ല കാര്യം തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ മക്കളുടെ സ്ഥിതി വളരെയധികം മോശമായി പോകുന്ന അവസ്ഥയായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നിങ്ങളെക്കാൾ അറിവുള്ളവനല്ല ഞാൻ. അതെ, നിങ്ങളൊക്കെ കുറേ പഠിച്ചതല്ലേ അല്ലേ ഷാമോനെ? നിങ്ങളൊക്കെ ദർസൊക്കെ പഠിച്ചതാണല്ലോ. അത് ഉമ്മാൻ്റെ ആഗ്രഹമായിരുന്നു ഞങ്ങളൊക്കെ ദർസിൽ കൊണ്ടാക്കണം എന്നുള്ളത്. അത് ഉമ്മ ഒരു ദീന് പഠിക്കണമെങ്കിൽ അവിടെ കൊണ്ടുപോയേക്കണം. അല്ലെങ്കിൽ 10ാം ക്ലാസ് മദ്രസയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ പുസ്തകമില്ല, മുസ്ഹഫും ഇല്ല, ഒന്നും ഇല്ലാത്ത രീതിയിലാണ്. പക്ഷേ ഉമ്മ ഞങ്ങളോട് ഇങ്ങനെ പറയും, മക്കളെ നിങ്ങൾ ഒരു ദിവസം ഒരിക്കലെങ്കിലും നിങ്ങൾ ഖുർആൻ എടുക്കണം കേട്ടോ എന്ന് ഉമ്മ അങ്ങനെ പറഞ്ഞു തരും. ശരിയാണ്, അത് പറഞ്ഞു തരുമ്പോഴേ അത് വല്ലാത്തൊരു ഇതാണ്. കാരണം ഖുർആനൊന്നും അടച്ചു വെക്കാനുള്ളതല്ലോ. നിങ്ങൾ ഒരു പേജ് ഓതണം. ഖുർആൻ മറക്കില്ലിട്ടോ. നിങ്ങൾക്ക് എത്രയൊക്കെ തന്നെ സമ്പത്തുണ്ടെങ്കിലും എന്ത് കച്ചവടം എന്താണെങ്കിലും ഒരു നേരം സുബഹിൻ്റെ നേരത്ത് ഒരു പേജ് മുസ്ഹഫ്, ഒരു ഖുർആൻ ഓതുകയെന്ന് വെച്ചാൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവും. എൻ്റെ മക്കളത് ചെയ്യണം കേട്ടോ എന്ന് ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരും.
അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു സന്തോഷമാണ്. മാഷാ അല്ലാ, അങ്ങനെ പറഞ്ഞു തരാൻ നിങ്ങൾക്കൊക്കെ ഉമ്മ ഉണ്ടല്ലോ. ഷാമോനെ, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. അതെ, ഉമ്മമാരുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് കേട്ടോ. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഉമ്മയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഉസ്താദേ, ഉമ്മ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളെയും ഉമ്മാൻ്റെ മോനെ പോലെ തന്നെ കരുതിയിരിക്കണം. എനിക്കറിയാം ഷാമോനെ, അതൊക്കെ നന്നായിട്ടറിയാം. നിങ്ങളുടെ ഉമ്മാക്ക് എന്തൊരു സ്നേഹമാണല്ലേ എല്ലാവരോടും. മാഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉസ്താദേ, നമുക്ക് എന്നാൽ ഈ തൊലാഖിൻ്റെ വിഷയത്തിലേക്കൊന്ന് കിടക്കാം. എന്താണ് നവാസ്ക ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി. ഷാമോനെ, നവാസ്ക, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിവാഹം എന്ന് പറയുന്നത് അല്ലേ? അത് പ്രധാനം തന്നെയാണ്, വളരെ പ്രധാനം. അതിനെക്കുറിച്ച് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദീനിൻ്റെ 2/3 ഭാഗവും പൂർത്തിയാക്കി. അത്രക്കും വളരെയധികം പ്രധാനപ്പെട്ടൊരു കർമ്മമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അതെ, 2/3 എന്ന് പറഞ്ഞാൽ പിന്നെന്താ, ബാക്കി ഒന്നേ ഉള്ളൂ. അത് പൂർത്തിയാക്കിയതോടുകൂടെ ദീനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പൂർത്തിയാക്കി എന്നർത്ഥം. ആ വിവാഹ ജീവിതം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചവരായി. അതവരുടെ കടമയിൽപ്പെട്ടതാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും 2 പേരും വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കണം. അത് തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കണം. പരസ്പരം വിശ്വാസത്തോടെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും, അവർക്ക് പരസ്പരം വിശ്വാസം വേണം. അതെ, തൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, താനില്ലാത്തപ്പോഴും തൻ്റെ ശരീരം സൂക്ഷിക്കുന്നവളാണ് നല്ല ഭാര്യ. അങ്ങനെയാണല്ലോ അല്ലേ? പക്ഷെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കും. കാരണം എന്താ, നമ്മളൊരിക്കലും മലക്കുകളല്ല, മനുഷ്യന്മാരാണ്. അതെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വികാര വിചാരങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിയന്ത്രിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. പക്ഷേ ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ അത് മനുഷ്യരാണ്. നമ്മൾ തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിൽ അതൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാരല്ലേ, പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാണ്. അതെനിക്ക് അവനെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഡിവോഴ്സിൻ്റെ പക്കത്തിലേക്ക് എത്തുക. അങ്ങനെ ആ കുടുംബജീവിതം തകർന്നു പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. പൊറുക്കാൻ പറ്റുന്നത് നമ്മൾ പൊറുക്കണം, ക്ഷമിക്കാൻ പറ്റുന്നത് നമ്മൾ ക്ഷമിക്കണം, മാപ്പ് നൽകാൻ പറ്റുന്നത് നമുക്ക് മാപ്പ് നൽകണം. അപ്പോൾ ഡിവോഴ്സ് എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. പക്ഷേ നവാസ്കയുടെ കാര്യം ഞാൻ അറിയാൻ കഴിഞ്ഞു. ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിട്ടോ അതിൽ. കാരണം ആ ഒരു അവസ്ഥ നവാസ്ക ഒരുപാട് അനുഭവിച്ചതാണല്ലേ. എങ്കിലും നിങ്ങളുടെ മനസ്സാണ് ഞാൻ അറിയുന്നത്. അത്രയൊക്കെ നിങ്ങൾ ചെയ്ത് കാട്ടിക്കൂട്ടി അവർ പോയിട്ടും അതെ, അവൾ തിരിച്ച് വന്നു എന്നറിഞ്ഞപ്പോൾ സ്നേഹത്തോടെ നിങ്ങൾ ദയയോടെ അവരെ തിരിച്ചെടുക്കാൻ തയ്യാറാകുക. ആ ഒരു മനസ്സിനെ പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഇസ്ലാം അല്ലേ, അതെത്ര പവിത്രാണ്. തൊലാക്ക് ചൊല്ലുമ്പോൾ പോലും പാലിക്കേണ്ട ചില ഇസ്ലാമിക നിയമങ്ങളുണ്ട്. അത് പലർക്കും അറിയില്ല അല്ലേ. അതൊക്കെ നമ്മളെ നാട്ടിൽ നടപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല കേട്ടോ. ഞാൻ കാര്യത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷേ എന്തൊക്കെ തന്നെയാണ് തൊലാക്ക്, ഞാൻ നിന്നെ തൊലാക്ക് ചെയ്തിരിക്കുന്നു എന്ന് കളി തമാശയായിക്കൊണ്ട് അവൻ്റെ ഭാര്യയോട് പറയുന്നതിൻ്റെ വിധി എന്തായിരിക്കും? അത് നമ്മൾ തമാശയിൽ പറയാണ്, ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു. ശരിക്കും ഒരു കുഴപ്പമില്ല. അവർ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിച്ച് പോകുന്ന ആളാണ്. 2 പേരും വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം. അതിൻ്റെ ഇടയിൽ പറയണം, ഞാൻ നിന്നെ തലാക്ക് ചൊല്ലിക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഇസ്ലാമിൽ ഓരോ വാക്കിനും വരെ അതിൻ്റെ വില ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. തൊലാക്ക് എന്ന് വെച്ചാൽ കളി തമാശയല്ല. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നല്ല ഗൗരവമുള്ള കാര്യം തന്നെയാണ് തൊലാക്ക്. തമാശയിൽ പോലും നിന്നെ ഞാൻ തൊലാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ വിവാഹമോചിതയായി, പിന്നെ അവർ ഹറാമായി കഴിഞ്ഞു, പിന്നെ അവർ അന്യ സ്ത്രീ പുരുഷന്മാരാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഈ തൊലാക്ക് എന്നുള്ളത്. ഇസ്ലാം തൊലാക്കിനുള്ള അവകാശം ഭർത്താവിന് നൽകുന്നുണ്ട്. കാരണം എന്താ, അത്രക്കും തൻ്റെ ഭാര്യ അനുസരിക്കുന്നില്ല, ഒന്നിനും അവൾ ഞാൻ വിചാരിച്ച രീതിയിൽ അവളെ കിട്ടുന്നില്ല, അവൾ അവളുടെ ഇഷ്ടത്തിന് തൻ്റെ ഇടയായി നടക്കുകയാണ്, അത് എനിക്കൊരു ഉപകാരമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് നവാസ്കയെ പോലെ, നവാസ്ക അത്ര ഇടങ്ങാറ് എന്നിട്ട് പോലും ഫസീലത്തെ നോക്കിയിരുന്നു എന്നല്ലേ
അറിയാൻ കഴിഞ്ഞത്. അത്രക്കും കാത്തിരുന്ന് വരുമെന്ന് കരുതി. എന്താലേ, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലൊക്കെ നമ്മൾക്ക് ത്വലാക്ക് ചൊല്ലൽ നിർബന്ധമാകും അല്ലേ? എന്തൊക്കെ തന്നെയായാലും ഇസ്ലാം ത്വലാക്കിനുള്ള അവകാശം ഇസ്ലാമിൽ ഭർത്താവിനുള്ളതാണത്. പക്ഷേ അത് വളരെയധികം ചിന്തിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. പക്ഷെ നമ്മുടെ നവാസ്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ പിന്നെ പറ്റിയങ്ങിട്ടെറിഞ്ഞ് പോയിക്കാണ്, മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇസ്ലാം കുടുംബബന്ധം സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മതമാണ്. സംരക്ഷിക്കണം, കുടുംബബന്ധം ചേർക്കണമല്ലോ നമ്മുടെ ഇസ്ലാമിൽ ഏറ്റവും. ഇനി എത്ര ഫാമിലി എങ്ങനെയൊക്കെ തന്നെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കല്ല, ഏറ്റവും നല്ലത് കുടുംബബന്ധം ചേർക്കുക. അത് നല്ല രീതിയിൽ ഉള്ള ഉദ്ദേശമാണ് ഇസ്ലാമിനുള്ളത്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പ്രവൃത്തിയും ത്വലാക്കാണ്. നിയമാനുസൃതം പ്രവർത്തനമാണ്, ശരിയാണ്, നിയമത്തിന് അങ്ങനെ നിയമമുണ്ട് ത്വലാക്ക് ചൊല്ലാന്ന്. പക്ഷെ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യവും സങ്കടമുള്ള വിഷയം കൂടി ത്വലാക്കാണ്. പക്ഷേ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തമാശയായിട്ട് പറഞ്ഞാലും അത് ത്വലാക്കായി മാറി, വിവാഹമോചിതരായി അവർ. പക്ഷേ ചില സമയത്ത് ദേഷ്യം കൊണ്ടെന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ട് പറഞ്ഞാൽ ഓക്കെ തന്നെയാണ്, തമാശയിൽ പറഞ്ഞാൽ ഓക്കെ. പക്ഷേ ബുദ്ധി ഇല്ലാത്ത സമയത്ത് നമുക്ക് നമ്മുടെ പറയുന്ന നമ്മളൊരു മാനസികാവസ്ഥ മാറിയ സമയത്ത് ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ബോധമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള മാനസികാവസ്ഥയൊക്കെ മാറി ഒരാൾക്ക് പറഞ്ഞാൽ അത് സ്വഹിയാവൂല. അതായത് നമ്മൾ അത് മാറൂല. പക്ഷേ സ്വബോധത്തോടു കൂടി ഒരാൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഈ തമാശയിൽ പറഞ്ഞാലും അത് ത്വലാക്കായി മാറി. എന്നാൽ ഇതിനെക്കുറിച്ച് വേറൊരു കാര്യം പറയാം. ലഹരി ഉപയോഗിക്കുന്ന ആൾ, മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിക്ക് കുഴപ്പമുണ്ടായിട്ട് അങ്ങനെ മാനസികാവസ്ഥ എന്തൊക്കെയായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ത്വലാക്ക് ഞാൻ ചൊല്ലുമെന്ന് പറഞ്ഞാൽ ത്വലാക്ക് സംഭവിക്കും. പക്ഷേ ലഹരി ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിയില്ല. പക്ഷേ ഇസ്ലാമിലെ ഏറ്റവും ഹറാമായ കാര്യമാണ് ലഹരി ഉപയോഗിക്കുക എന്നുള്ളത്. ലഹരി ഉപയോഗിച്ചുകൊണ്ട് അപ്പോഴും ബുദ്ധിയില്ലാത്ത അവസ്ഥയാണ്, അത് കരുതി കൂട്ടി ബുദ്ധി ഇല്ലാതാക്കിയ അവസ്ഥ. അങ്ങനെ ആയി പറഞ്ഞാലും ത്വലാക്ക് സംഭവിക്കില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞതിനെക്കുറിച്ച് ബോധമുണ്ട്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സംഭവിക്കും. ഈ ഒരു ഓർമ്മയില്ലാതെ ബുദ്ധിയില്ലാതെ അങ്ങനെ ചെയ്തതാണെങ്കിൽ ത്വലാക്ക് സംഭവിക്കില്ല. അങ്ങനെയാണ്. ഇത് നവാസ്കാക്ക് പറ്റിയ വിഷയമല്ല, എങ്കിലും ഞാനൊന്ന് പറയാം. ത്വലാക്ക് ചൊല്ലുമ്പോൾ പാലിക്കേണ്ട ചില ഇസ്ലാമിക നിയമങ്ങളുണ്ട്. ഇസ്ലാം എന്ന് വെച്ചാൽ പവിത്രമായ മതമല്ലേ, അങ്ങനെ ഒരു നിയമങ്ങളുണ്ട്. അതായത് ഇതുപോലുള്ള തെറ്റുകളല്ല കേട്ടോ, അല്ലാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ത്വലാക്ക് ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നു, അങ്ങനെ ആയെങ്കിൽ പോലും അവൾ അവിടെ ഭർത്താവിൻ്റെ കൂടെ വീട്ടിലുണ്ടെങ്കിൽ പോലും അവളോട് കാരുണ്യം കാണിക്കണം എന്നാണ് പറഞ്ഞത്. അതെ, ത്വലാക്ക് ചൊല്ലുകയാണെങ്കിൽ പോലും പെണ്ണിനോട് കാരുണ്യം കാണിക്കണം. പിന്നെ മെൻസസ് സമയത്ത് ത്വലാക്ക് ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ഡിതന്മാർ. അതിനെക്കുറിച്ച് ഒന്നും കൂടെ വിശദമായി എനിക്ക് നോക്കണം. പിന്നെ അഥവാ ത്വലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ആ ഇദ്ദാക്കാലം കഴിയുന്നത് വരെ ആ വീട്ടിലാണ് അവൾ നിൽക്കുന്നതെങ്കിൽ അവൾക്കുള്ള ചിലവ് കൊടുക്കണമെന്നാണ്. ആട്ടി പുറത്താക്കരുത് എന്ന്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെ ആരെയും ഉണ്ടാവും? ഒരിക്കലുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പെട്ടെന്ന് ഡൈവേഴ്സ് ആകും, അതെ, പിന്നെ ഒന്നുമില്ലല്ലോ. പക്ഷേ ത്വലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അവൾ നിൽക്കുകയാണെങ്കിൽ അവളെ പുറത്താക്കാൻ പറ്റൂല. നമ്മളുടെ ഇദ്ദാക്കാലം കഴിയുന്നത് വരെ അവൾ സംരക്ഷിക്കേണ്ട ചുമതല ഈ ഭർത്താവിനുണ്ടെന്നാണ്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലും പ്രധാനപ്പെട്ടൊരു വിഷയം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ശാരീരിക ബന്ധം പാടില്ല. ത്വലാക്ക് കൊണ്ട് അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹറാമായി കഴിഞ്ഞു, പിന്നെ തികച്ചും അവർ ഹറാമാണ്. ഒരിക്കൽ പോലും പിന്നെ അവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ത്വലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇതേ സമയം പെണ്ണ് ആണിനോടും ത്വലാക്ക് ആവശ്യപ്പെടാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഏതൊരു സ്ത്രീയാണോ തൻ്റെ ഭർത്താവിനോട് യാതൊരു കുറ്റവും ഇല്ലാതിരിക്കെ ത്വലാക്ക് ആവശ്യപ്പെടുന്നത് അവൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും നിഷിദ്ധമാണെന്നാണ്. ചില ആളുകളുണ്ടാവും, എനിക്ക് ഭർത്താവിന് ഇഷ്ടമില്ല, ഒരു കാര്യമില്ല, അത് പാവ മനുഷ്യനായിരിക്കും, എനിക്ക് അയാളെ വേണ്ട എന്ന് കരുതിയിട്ട് ആവശ്യമില്ലാതെ ഒഴിവായി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്കാണ് പറഞ്ഞത് സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് നിഷിദ്ധമാണെന്ന്. എന്താലേ, ത്വലാക്ക് എന്ന് വെച്ചാൽ പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ ആ ഒരു അവസ്ഥയെ തൊട്ട്. നമ്മുടെ നവാസ്ക്ക് അനുഭവിച്ച വേദനയും യാതനയും അത് അറിയാം എല്ലാവർക്കും അല്ലേ. അതായത് ത്വലാക്ക് എന്ന് വെച്ചാൽ ഒരു പല്ലിനോട് നമുക്ക് ഉപമിക്കാം. പല്ലുവേദന നമുക്ക് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ, പല്ലെന്ന് വെച്ചാൽ
നമുക്ക് വെറുതെ എടുത്ത് കളയാൻ ഇഷ്ടമല്ല. പക്ഷേ ആ ഒരു പല്ല് വേദനയായി സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒരിക്കലും പടച്ചോനെ ഇനി എന്നെക്കൊണ്ട് കഴിയൂലല്ലോ എന്ന് കരുതുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ പല്ലെടുത്ത് ഒഴിവാക്കുക. ഇനി വേണ്ട പല്ല്, കഴിയൂല, അത്രക്ക് വേദന സഹിച്ചു. ചിലർ പറയും പല്ല് പറിച്ച് ഞാൻ കുത്തി പൊട്ടിച്ചിടും. അത്രക്ക് ആ പല്ലിനോടുള്ളൊരു വൈരാഗ്യം, ആ ഒരു ദേഷ്യം. കാരണം അത്രക്ക് പല്ലുവേദന സഹിച്ചവർക്കൊക്കെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല്ലുവേദന സഹിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം എന്താവും, ആ പല്ലുവിനെ എങ്ങനെയെങ്കിലും എടുത്തൊഴിവാക്കണം എന്ന് നമുക്ക് തോന്നുമല്ലോ. നിവൃത്തിയില്ലായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. അത്ര സഹിക്കാൻ കഴിയായിട്ട് പല്ല് നമ്മൾ പറിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോകും. ഇതുപോലെ തന്നെ ഒരിക്കലും കുടുംബബന്ധം മുന്നോട്ട് പോകൂല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ആകുമ്പോഴാണ് ത്വലാക്ക് ചെല്ലുക. ചില ആളുകൾ വെറുതെ പറയും, ഞാൻ ദേഷ്യം വിടും, ഞാൻ നിന്നെ മൊഴി ചൊല്ലും, ഞാൻ നിന്നെ ത്വലാക്ക് ചൊല്ലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സ്വീകാര്യമായിട്ടോ. അങ്ങനെ ഒരിക്കലും തമാശയിൽ പോലും നമ്മളുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ല. അങ്ങനെ ദേഷ്യം വരികയാണെങ്കിൽ, ഭാര്യന് എന്തെങ്കിലും ചെയ്യണം തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ഉളൂഹ് എടുക്കുക, അപ്പം ദേഷ്യം മാറും. അതുപോലെ തന്നെ എന്താട്ടുക, സ്വലാത്ത് ചൊല്ലുക, അപ്പോഴും ദേഷ്യം പെട്ടെന്ന് മാറും. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയാൽ മതി. എന്തൊരു കാര്യത്തിനെങ്കിലും ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും വേണ്ടാത്ത പ്രവൃത്തി ചെയ്യരുത്. അങ്ങനെ പെട്ടെന്ന് പോയി ഉളൂഹ് ചെയ്താൽ നമ്മുടെ ദേഷ്യം ക്ഷമിക്കുന്നത് കാണാം. അതുപോലെ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലുക, പെട്ടെന്ന് ദേഷ്യം മാറും. എഴുന്നേറ്റ് നിന്നാണ് ഒരാൾക്ക് ദേഷ്യം വരുന്നതാണെങ്കിൽ ഇരിക്കുക, ഇരുന്നിട്ടാണെങ്കിൽ എഴുന്നേൽക്കുക. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ചികിത്സ ഒരുപാട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് ദേഷ്യം വന്ന് എന്താ ചെയ്യേണ്ടത്. പലരും ദേഷ്യം കൊണ്ട് വെറുതെ ചൊല്ലിപ്പോകും. അതൊക്കെ സ്വീകാര്യമാകും. അതൊക്കെ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരിക്കൽ പോലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നാണ്. ഇനിയിപ്പോൾ എങ്ങനെങ്കിലും കാരണം കൊണ്ട് ത്വലാക്ക് ചെല്ലേണ്ട അവസ്ഥ വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലിൻ്റെ അവസ്ഥ ഒരിക്കൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തോന്നിയാൽ തന്നെ ഒരു ത്വലാക്കേ ചൊല്ലാൻ പാടുള്ളൂ. ഇസ്ലാമിൻ്റെ നിയമമാണത്, ഒരു ത്വലാക്ക് മാത്രം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ നാട്ടിലെ ഒരാളങ്ങനെ ശരിക്ക് ഒരു അറിവുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഭാര്യ അവിടെ പെട്ടെന്ന് കണ്ടില്ല. ദേഷ്യം കൊണ്ട് അവളെവിടെ, അയാൾ കയറി വന്നപ്പോൾ ഭാര്യനെ അവിടെ വീട്ടിൽ കാണല്ല. പാവം ആ ഭാര്യ ഭർത്താവില്ലല്ലോ എന്ന് കരുതി മുറ്റത്ത് ഇറങ്ങിയിട്ട് അയൽവാസിനോട് സംസാരിക്കാനോ അങ്ങനെ എന്തോ വന്നാണ് പോയതാണ്. പക്ഷേ അയാൾക്ക് ദേഷ്യം വന്നു. ദേഷ്യം കൊണ്ട് അയാൾ എന്താട്ടി, ഞാൻ നിന്നെ 3 ത്വലാക്കും ചൊല്ലിയെന്ന് പറഞ്ഞിട്ട് 3 തുപ്പലും തുപ്പിയിട്ട് അങ്ങോട്ട് പോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ പരിതാപകരം. നല്ലൊരു ദാമ്പത്യ ജീവിതമായിരുന്നു. 3 കുട്ടികളുള്ള ഒരു സ്ത്രീ, നല്ല ഭംഗിയുള്ള സുന്ദരിയായൊരു പെണ്ണ്, ഭാര്യ. ആ ഒരു നിമിഷം അവൾ കണ്ണീരോടെ ഇറങ്ങേണ്ടി വന്ന വീട്ടിൽ നിന്ന് 3 എണ്ണമാണ് ചൊല്ലിയത്. ഇനിയിപ്പോൾ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താവും, അവളെ വേറൊരാൾ കല്യാണം കഴിച്ച് തിരിച്ചെടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. പക്ഷേ ആ പെണ്ണിന് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. കണ്ണീരോടെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ഇയാൾക്ക് വേണ്ടില്ലെന്നായിപ്പോയി. കാരണം ഇനി ഒരാൾ അവളെ കല്യാണം കഴിച്ചെങ്കിൽ മാത്രമേ എനിക്കവളെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയി. അത്ര ദേഷ്യം പാടില്ലായിരുന്നു. എവിടെയായിട്ട് നിന്നെ 3 ത്വലാക്കും ചൊല്ലിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവളെ മുഖത്തേക്ക് നോക്കലും ഒരു തുപ്പലും എല്ലാം കൂടി അങ്ങോട്ട് രണ്ടും അങ്ങനെ 3 പ്രാവശ്യം അങ്ങോട്ട് പറയലും ഒക്കെ എത്ര നിമിഷങ്ങൾ കൊണ്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം ഇല്ലാതായി പോയതാണ്. ഇസ്ലാമിൻ്റെ നിയമം. ദേഷ്യം പാടില്ല, ദേഷ്യം നമ്മൾ അടക്കുക തന്നെ വേണം. അങ്ങനെ ആയി കഴിഞ്ഞതുകൊണ്ട് ആ പെണ്ണും ആ കുട്ടികളും ഒറ്റക്ക് താമസിക്കേണ്ട അവസ്ഥ. എന്നാൽ പലരും പറഞ്ഞു വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച്, ഇനി ഒരിക്കലും ഞാൻ അയാളുടെ അടുത്തേക്കില്ല, എന്നെ ഇനി ഒരാൾ കല്യാണം കഴിക്കും വേണ്ട, മതി, ദാമ്പത്യ ജീവിതം മതിയായി. ദേഷ്യം കൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ. ആ പെണ്ണ് ഒറ്റയ്ക്ക് പിന്നെ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ വേറെ കല്യാണം കഴിച്ചു. വേറെ കല്യാണം കഴിച്ചതിലൊരു കുഞ്ഞൊക്കെ ഉണ്ടായി. പക്ഷേ അയാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ സന്തോഷം അതോടുകൂടി നഷ്ടപ്പെട്ടു. അതെ, ആ പെണ്ണ് കുറച്ച് വില്ലെത്തിയായിരുന്നു. അതുകൊണ്ട് എന്തായി, ആദ്യത്തെ നല്ല ഭാര്യയെ വേണ്ടാത്ത രീതിയിൽ പറഞ്ഞങ്ങോട്ട് ദേഷ്യം കൊണ്ട് ത്വലാക്ക് ചൊല്ലി രണ്ടാമത്തെ പെണ്ണിനെ കല്യാണം കഴിച്ച് വീണ്ടും അവളെ വിളിച്ചു. ആ പെണ്ണിനെ വിളിച്ചു, ഞാൻ നിന്നെ തിരിച്ചെടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് മുമ്പ് ഒരു കല്യാണം കഴിക്കണമല്ലോ. അതെ, അതുകൊണ്ട് ആ പെണ്ണൊരിക്കലും പിന്നീട് പോയില്ല. അതാണ് പറഞ്ഞത്, ദേഷ്യം കൊണ്ട് ജീവിതം മുഴുവനും താറുമാറായി പോകും. ഒരിക്കലും പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ല. പിന്നെ കിതാബുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും, ത്വലാക്ക് എന്ന് വെച്ചാൽ
മൂന്നെണ്ണം ചൊല്ലണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മൂന്നെണ്ണം ചൊല്ലിയാൽ തൊലാക്ക് സംഭവിക്കും എന്നാണ്. ഒരു തൊലാക്ക് ചൊല്ലാന്ന് അതുണ്ട്, അത്രക്കും ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ മാത്രം. പക്ഷെ മൂന്നെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് അവൾ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ 3 തൊലാക്കും ചൊല്ലാൻ പാടില്ല. അതാണ് ഇസ്ലാമിലെ നിയമം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. 3 തൊലാക്ക് ചൊല്ലാനേ പാടില്ല എന്നാണ്. അത് ഇസ്ലാമിലില്ല. 3 തൊലാക്ക് ചൊല്ലൽ ചില ഇമാമിങ്ങൾ പറയേണ്ടത് ഹറാമാണ്, ചിലർ പറയേണ്ടത് കറാഹത്താണ്. ഒരു തൊലാക്ക് ചൊല്ലുക അതുണ്ട്. പക്ഷേ 3 കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടു പോയി. 3 തൊലാക്ക് ഒരുമിച്ച് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല, വേണമെന്ന് പറഞ്ഞ കാര്യമല്ല, സുന്നത്തുമല്ല. പക്ഷേ മുസ്ലിങ്ങളെ കുറിച്ച് പല രീതിയിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അതങ്ങനെയല്ല, പഠിച്ചവർക്കേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇസ്ലാമിൽ അത് പാടില്ല എന്നാണ്, എന്നിട്ട് പോലും ദുരുപയോഗം ചെയ്യുക പലരും ചെയ്യുന്നുണ്ട്. അത് എത്ര പെട്ടെന്നാണ് അവർ തൊലാക്ക് 3 ചൊല്ലി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അത് പറയുന്നേ ഇല്ല. അതൊക്കെ ആളുകൾ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണ്. വിവരമില്ലാത്തവർ ദുരുപയോഗം ചെയ്യാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ. അതിനൊരിക്കലും ഇസ്ലാം ഉത്തരവാദിയല്ല. ഇന്നദ്ദീൻ ഇന്ദല്ലാഹിൽ ഇസ്ലാം അല്ലേ നമ്മളൊക്കെ പഠിച്ചത്? അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാമിന് ചില നിയമവശങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ കുട്ടികൾക്ക് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ഒരു നിയമം ഇല്ല. അതൊരിക്കലും ഇസ്ലാമിലില്ല. നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്രക്കും പവിത്രമായ മതമാണ് അല്ലേ? അതുകൊണ്ട് ഒരു തൊലാക്ക് ചൊല്ലിയാൽ കുഴപ്പമില്ല. 3 കൂടി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവളെ മറ്റൊരുത്തെ വിവാഹം കഴിച്ചിട്ട് പിന്നീട് തിരിച്ചെടുക്കുക എന്നുള്ള സിറ്റുവേഷൻ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കും അത് സാധിക്കാത്തതാണ്. ഒരിക്കൽ പോലും ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. അതൊക്കെ ആളുകൾ അങ്ങനെ ഉണ്ടാക്കി തീർക്കുകയാണ്. പ്രിയപ്പെട്ട നവാസ്ക, എനിക്ക് നിങ്ങളോട് കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾ ഒന്നല്ലേ പറഞ്ഞത്, ഒരു തൊലാക്ക്. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വൈഫിനെ തിരിച്ചെടുക്കാം. അതെ, ഫസീലത്തെ തിരിച്ചെടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. 3 ചൊല്ലിയിട്ടുണ്ടെങ്കിൽ മാത്രം മറ്റൊരാൾ വിവാഹം കഴിച്ച് അത് ഇല്ലാത്ത സംഭവമാണ്, ഒരിക്കലേ പാടില്ല. പക്ഷേ ഒരിക്കൽ പോലും അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല തൊലാക്ക് ചൊല്ലുക എന്നുള്ളത്. അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒഴിവാക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രക്കും വിഷമകരമായ ഘട്ടത്തിൽ കഴിഞ്ഞു പോകുക, അവൾ ഒരിക്കലും തിരിച്ചു വരില്ല, തനിക്ക് അത്രക്കും സങ്കടങ്ങൾ വരുന്ന മനസ്സ് വേദനിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവളെ തിരിച്ചെടുക്കാം. സന്തോഷത്തോടു കൂടെ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം തുടരാം. ഒരു നിമിഷം നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷമ്മാസ് അത് നോക്കി. ഉസ്താദേ, അറിവില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. നിങ്ങളൊക്കെ എപ്പോഴും പഠിക്കുന്നവരല്ലേ, ഇപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഷമ്മാസേ, ശരിയാണ്, അത് പല രീതിയിൽ പല പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറയും അല്ലേ? ഓരോ ഹദീസുകളിലും ഇതിലും ഒക്കെ കാണും. പിന്നെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു പക്ഷേ ഞാൻ പഠിച്ചതായിരിക്കില്ല നിങ്ങൾ പഠിച്ചത്. അങ്ങനെ പല പല മാറ്റങ്ങളുണ്ടാവും. എന്തൊക്കെ തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ വിശദമായ പഠനം പഠിക്കണം. അതിനുവേണ്ടി നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാം. നവാസ് സന്തോഷിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷമ്മാസ് പറഞ്ഞു, ഇക്ക, ഉമ്മയോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ തന്നെ അവർ പുത്തൻ വീട് തറവാട്ടിലേക്കെത്തി. മോനെ, മക്കളെ എന്തായി? ഉമ്മ വിശദമായി ക്ലാസ് തന്നെ തന്നിരിക്കുന്നു. ഒരൊറ്റ പ്രാവശ്യമല്ലേ ഇക്ക പറഞ്ഞത്, അതും മനമില്ല മനസ്സോടു കൂടെ. മനസ്സിൻ്റെ വേദന കൊണ്ടങ്ങ് പറഞ്ഞതാണ്. ധൈര്യമായിട്ട് തിരിച്ചെടുക്കാം. ഒരു നിക്കാഹിൻ്റെ ഒരു ആവശ്യമില്ല. അതെ, ശരിക്കും നല്ല രീതിയിൽ അവർക്ക് ദാമ്പത്യ ജീവിതം തുടരാമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. മോനെ, മക്കളെ പോയി കൂട്ടിക്കൊണ്ടടാ. പിന്നെ ഫസീലാൻ്റെ അടുത്തേക്ക് ഞാനൊന്ന് പോട്ടെ. ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വന്നാണ് ഉമ്മാൻ്റെ ഒപ്പം. അപ്പോൾ തന്നെ ഫസീലയുടെ അരികിലേക്ക് ഉമ്മ പോവുകയാണ് ഷമ്മാസിനെയും കൂട്ടി. സമീറയുടെ അടുത്ത് പോയിട്ട് മക്കളെയും എടുത്തു. അത് കൂടെ ഐഷുണ്ട്. നേരെ അതാ ഉമ്മയും മക്കളും ഷമ്മാസും കൂടെ അതാ ഫസീലയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു സന്തോഷ വാർത്ത
പറയുവാൻ വേണ്ടിയിട്ട്. ഈ ഒരു വാർത്ത അറിയുമ്പോൾ, ഇതിനെക്കുറിച്ച് അവളോട് പറയുമ്പോൾ എന്തായിരിക്കും ഫസീലയുടെ പ്രതികരണം? അവൾ അതിന് സമ്മതിക്കുമോ? അതോ അവൾ എന്തായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതിനുള്ള ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായിരിക്കും ഫസീല പറയുക? മോളെ, നിന്നെ എൻ്റെ മോൻ നവാസ് തിരിച്ചെടുക്കുകയാണ് എന്നറിയുമ്പോൾ ആ ഒരു സന്തോഷം നിമിഷം എന്തായിരിക്കും അവൾ പറയുക? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കേട്ടോ. കാരണം തൊലാക്കിൻ്റെ വിഷയം അങ്ങനെ കുറച്ച് നമ്മൾ ഉസ്താദ് ക്ലാസ് എടുക്കുന്ന രീതിയിൽ കുറച്ചങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ലോങ് ആയിപ്പോയി തോന്നുന്നുണ്ട്. പലർക്കും ഇഷ്ടമുണ്ടാവില്ല. സ്റ്റോറിയിൽ നിന്ന് തെന്നി മാറി വിഷയങ്ങൾ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇത് നമുക്കൊക്കെ അറിയേണ്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് അതിലിങ്ങനെ ഉൾപ്പെടുത്തിയത്. ഒരു രീതിയിലും തമാശയിൽ പോലും അങ്ങനെ ഒരാളും പറയരുത്, പറഞ്ഞാൽ അത് സംഭവിക്കും എന്നാണല്ലോ. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഇസ്ലാമിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.